ഹലോ എവ്രിവൺ. ആകാശം എന്ന കഥയുടെ 55-ാമത്തെ പാർട്ടിലേക്ക് കടക്കാം. നീലിമയും രാഹുലും ബോസിനൊപ്പം വിദേശത്തേക്ക് പോവാനുള്ള ഒരുക്കത്തിലാണ്. അവർക്ക് അനുപമയെ കൂടെ കൊണ്ടുപോകാൻ ആഗ്രഹമുണ്ടായിരുന്നു. എന്നാൽ അവൾ അതിന് സമ്മതം മൂളിയില്ല. വേണ്ട നീലിമ, എൻ്റെ സ്ഥിതി ഇപ്പോൾ വളരെ മോശമാണ്. 3 മാസത്തെ റെസ്റ്റാണ് ഡോക്ടർ പറഞ്ഞത്. ഇപ്പോൾ 2 മാസത്തിനടുത്തായി ഞാൻ വീട്ടിലിരിക്കാൻ തുടങ്ങിയിട്ട്. അതുമാത്രമല്ല, ഇപ്പോൾ അമ്മയെ തനിച്ചാക്കി എനിക്ക് അത്രയും ദൂരത്തേക്കൊന്നും വരാൻ കഴിയില്ല. അവളുടെ വാക്കുകൾ കേട്ട് നീലിമ ഒന്ന് പുഞ്ചിരിച്ചു. എനിക്കറിയാനോ, നീയും കിരൺ സാറും തമ്മിലുള്ള വിവാഹം നടക്കാൻ പോണതൊക്കെ ഞാൻ അറിഞ്ഞു. സാറിൻ്റെ വീട്ടുകാരെല്ലാം നിന്നെ കാണാൻ അമ്മ വീട്ടിൽ വന്നിരുന്നു അല്ലേ? ഇനിയിപ്പോൾ നിനക്കൊരു ജോലിയുടെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നിന്നെ കിരൺ സാറ് പൊന്നുപോലെ നോക്കിക്കോളും. നീലിമ പറയുന്നത് കേട്ട് അനുവിന് സങ്കടം വരുന്നുണ്ടായിരുന്നു. അതൊക്കെ വെറുമൊരു സ്വപ്നം മാത്രമായി അവസാനിച്ചു കഴിഞ്ഞതാണ്. അത് അനുവിൻ്റെ മനസ്സ് മന്ത്രിച്ചു കൊണ്ടിരുന്നു. ആരായിരുന്നു മോളെ വിളിച്ചത്? ആലീസ് അനുവിനോടായി ചോദിച്ചു. ആൻറ്റി, അത് നീലിമയാ. ബോസിൻ്റെ ഒരു ഫ്രണ്ട് അമേരിക്കയിൽ ഒരു വലിയ സ്റ്റുഡിയോ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ച ബോസ് അവിടേക്ക് ജോലിക്കായി പോയി. ഇപ്പോൾ നീലിമയ്ക്കും രാഹുലിനും ബോസ് വിസ അയച്ചു കൊടുത്തിരിക്കുക. 2 ദിവസം കൊണ്ട് അവരും അവിടേക്ക് പോകും. എനിക്കും ഒരു ചാൻസ് ഉണ്ടെന്നാണ് നീലിമ പറഞ്ഞത്. ഞങ്ങൾ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അവൾ ഫോൺ ടേബിളിൽ വച്ച് ആലീസിനടുത്തേക്ക് ചെന്നു. ആൻറ്റി, ഞാൻ അമേരിക്കയ്ക്ക് അങ്ങ് പോയാലോ? ഇവിടെയുള്ള ഒരു കാര്യത്തിലും എനിക്കിപ്പോൾ സന്തോഷിക്കാൻ കഴിയുന്നില്ല. അവൾ കണ്ണു നിറച്ചുകൊണ്ട് ആലീസിനെ നോക്കി. അനു, മോള് സമാധാനമായിരിക്കെ, ഒക്കെ ശരിയാവും. ദൈവം നമുക്ക് ഏറ്റവും നല്ലതാണ് തരാൻ പോണത്. അങ്ങനെ വിശ്വസിച്ചാൽ ഒരു ടെൻഷനും ഉണ്ടാവില്ല. ആലീസ് അവളെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. നീ അത്രയും ദൂരത്തേക്ക് പോയാൽ പിന്നെ എനിക്കും അമ്മയ്ക്കും ഇവിടെ ആരാ ഉള്ളത്? ഇപ്പം നീ എങ്ങോട്ടും പോവണ്ട മോളെ. അനുപമ സങ്കടത്തോടെ ആലീസിനെ കെട്ടിപ്പിടിച്ചു. രാവിലെ നേരത്തെ തന്നെ അമ്മ വീടിന് മുറ്റത്തു നിന്നും കാറിൻ്റെ നിർത്താതെയുള്ള ഹോണടി കേട്ടുകൊണ്ടാണ് അനുപമ ഉണർന്നത്. അവൾ ഉറക്കച്ചടവോടെ എഴുന്നേറ്റു. മുടിയെടുത്ത് വാരി ചുറ്റി വച്ച് അവൾ ജനലിനുള്ളിലൂടെ പുറത്തേക്ക് നോക്കി. താഴെ മുറ്റത്ത് ഒരു കറുത്ത കാറ് കിടക്കുന്നത് അവൾ കണ്ടു. ഒരു മിന്നൽ പിണർപ്പ് അവളുടെ നെഞ്ചിലൂടെ പാഞ്ഞുപോയി. അത് കിരണിൻ്റെ കാറാണ്. ഇവൻ എന്തിനായിരിക്കും ഇപ്പോൾ ഇവിടേക്ക് വന്നത്? അവൾ സംഭ്രമത്തോടെ കട്ടിലിരുന്നു. പെട്ടെന്ന് പുറത്ത് അവളുടെ റൂമിൻ്റെ വാതിൽക്കൽ ആരോ ശക്തിയായി തട്ടുന്ന ശബ്ദം അവൾ കേട്ടു. അവളുടെ കാലു മുതൽ വിറയ്ക്കാൻ തുടങ്ങി. തൻ്റെ വാതിലിൽ മുട്ടുന്നത് കിരൺ തന്നെയായിരിക്കുമെന്ന് അവൾക്ക് ഉറപ്പായിരുന്നു. അവൾ പതുക്കെ ചെന്ന് വാതിലിൻ്റെ കൊളുത്തു നീക്കി. പുഞ്ചിരിച്ചുകൊണ്ട് റൂമിന് വെളിയിലായി നിൽക്കുന്ന കിരണിനെ കണ്ടതും അനുപമയുടെ തൊണ്ട വരണ്ടു. അവൻ നിറഞ്ഞ സ്നേഹത്തോടെ അവളുടെ അടുത്തേക്ക് കയറി വന്നു. ഹായ് അനു, എത്ര ദിവസമായിടി നിന്നെ ഒന്ന് കണ്ടിട്ട്. എന്നാലും നീ എന്നൊന്ന് വിളിച്ചു പോലും നോക്കിയില്ലല്ലോ. അവൾ പരുങ്ങലോടെ പിന്നിലേക്ക് മാറി. എൻ്റെ പപ്പയും മമ്മിയും വന്നു പോയതിന് ശേഷം നിനക്ക് എന്നോടൊരു മൈൻഡും ഇല്ലല്ലോ. നിനക്കവരെ ഇഷ്ടമായില്ലേ? കിരൺ അവളുടെ കണ്ണുകളിലേക്ക് നോക്കിക്കൊണ്ട് ചോദിച്ചു. അവൾ പിന്നിലേക്ക് തിരിഞ്ഞു മാറി നിന്നു. പരമാവധി അവൻ്റെ മുഖത്തേക്ക് നോക്കാതിരിക്കാൻ അവൾ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അവൾക്ക് അവനോട് എന്ത് മറുപടി പറയണമെന്ന് അറിയില്ലായിരുന്നു. എത്രയോ ദിവസങ്ങളായി കിരൺ തന്നെ വിളിച്ചിട്ടില്ല. താനുമായി മറ്റൊരു വിധത്തിലും അവൻ കോണ്ടാക്റ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുമില്ല. അവൻ്റെ പപ്പ ഇവിടെ വന്ന് പോയതിന് ശേഷം താനും അവൻ്റെ പപ്പയും തമ്മിലുള്ള ബന്ധം അവനോട് പറഞ്ഞിട്ടുണ്ടാവുമെന്നാണ് താൻ കരുതിയത്. പക്ഷേ അവൻ അത് അറിഞ്ഞിട്ടില്ലെന്നാണ് അവൻ്റെ സംസാരത്തിൽ നിന്നും തോന്നുന്നത്. ഒരുപക്ഷേ താൻ അവൻ്റെ സഹോദരിയാണെന്നുള്ള സത്യം അവൻ അറിഞ്ഞിട്ടില്ലെങ്കിൽ എങ്ങനെയാണ് ഞാൻ ഈ കാര്യം അവനോട് തുറന്നു പറയുക? കിരൺ ഞാൻ തന്നെ വിളിക്കാതിരുന്നപ്പോൾ തനിക്കത് മനസ്സിലായില്ലേ? എനിക്ക് തൻ്റെ വീട്ടുകാരെയും ഈ വിവാഹകാരിയും ഒന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. എനിക്കതിന് താല്പര്യവുമില്ല. നിന്നെ ഇനി കാണാനോ സംസാരിക്കാനോ സൗഹൃദത്തിന് പോലും ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. തൻ്റെ മമ്മയ്ക്ക് എന്നെ മരുമകളാക്കാൻ ഒട്ടും താല്പര്യമില്ല. അവർക്ക് അവരുടെ സഹോദരൻ്റെ മകളായ ശ്വേതയെ നിന്നെക്കൊണ്ട് വിവാഹം കഴിപ്പിക്കാനാണ് താല്പര്യം. തൽക്കാലം നീ എന്നെ അങ്ങ് വിട്ടേക്ക്, അവൾ മുഖം തിരിഞ്ഞുകൊണ്ട് പറഞ്ഞു. കണ്ണിലെ നനവ് അവനറിയാതിരിക്കാൻ അവൾ മുഖം മുഴുവനായും ഷാള് വച്ച് തുടച്ചു. കിരണിൻ്റെ മുഖമൊന്ന് വിളറി. അതിനിടയിൽ ഇങ്ങനൊരു കാര്യവും സംഭവിച്ചോ? മമ്മ എപ്പോഴാണ് അനുവിനോട് അങ്ങനെ പറഞ്ഞത്? താനും ശ്വേതയുമായുള്ള വിവാഹം നടത്താൻ മമ്മയ്ക്ക് താല്പര്യമുണ്ടെന്ന് അതെപ്പോഴാണ് അനുപമയോട് അവർ പറഞ്ഞിട്ടുണ്ടാവുക? പപ്പയുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയത് എന്താണോ
അതേ രീതിയിൽ തന്നെ അവർ തന്നെയും വലയിലാക്കാൻ ശ്രമിക്കുകയാണ്. ശ്വേത, അവളെ താൻ ഒരിക്കലും അങ്ങനെ ചിന്തിച്ചിട്ട് കൂടിയില്ല. കിരണിന് ദേഷ്യം വന്നു. ഓക്കെ അനുപമ, തനിക്ക് എൻ്റെ ഫാമിലി ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ കഴിഞ്ഞതെല്ലാം ഞാൻ മറന്നേക്കാം. പക്ഷേ എനിക്ക് കിട്ടാനുള്ള എൻ്റെ പണം അതെനിക്ക് തിരികെ കിട്ടണം. അമ്മ വീട് നിങ്ങൾക്ക് നേടിത്തന്നത് ഞാനൊരു സാമൂഹ്യ സേവനമായിട്ട് കണക്കാക്കാം. പക്ഷേ 1 വർഷക്കാലം എൻ്റെ കീഴിൽ താൻ ജോലി ചെയ്തു കൊള്ളാമെന്ന എഗ്രിമെൻറ്റിൽ സൈൻ ചെയ്തത് അത് മറക്കാൻ എനിക്ക് കഴിയില്ല. ഡോക്ടർ പറഞ്ഞ റെസ്റ്റിൻ്റെ സമയമൊക്കെ കഴിഞ്ഞില്ലേ? 3 മാസം കഴിഞ്ഞില്ലേ? താൻ എത്രയും പെട്ടെന്ന് എൻ്റെ ജോലിയിലേക്ക് തിരികെ കയറണം. അവൻ്റെ വാക്കുകൾ ഉറച്ചതായിരുന്നു. കിരണിൻ്റെയും അനുപമയുടെയും സംസാരം ശ്രദ്ധിച്ചുകൊണ്ട് കനക റൂമിന് പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ അനുപമയോട് അത്രയും പറഞ്ഞുകൊണ്ട് റൂമിന് പുറത്തേക്ക് ഇറങ്ങി വന്നു. തന്നെ പ്രതീക്ഷിച്ചെന്നോണം പുറത്തു നിൽക്കുന്ന കനകയെ കണ്ട കിരൺ അവരോടൊന്ന് പുഞ്ചിരിച്ചു. ആൻറ്റി, അവൾക്ക് എന്നെയും എൻ്റെ കുടുംബത്തെയും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന് പറഞ്ഞു. ഞാൻ അവളെ വിവാഹം കഴിക്കുന്നതിനോട് അവൾക്ക് താല്പര്യമില്ലെന്ന് പറഞ്ഞു. ആയിക്കോട്ടെ, ആരുടെയും സ്വന്തം തീരുമാനങ്ങൾ തിരുത്താൻ നമുക്കാവില്ല. പക്ഷേ അവളുടെ ഇഷ്ടം മാറി മറിയുന്നത് വരെ കാത്തിരിക്കാൻ ഞാൻ തയ്യാറാണ്. സംസാരിച്ച് തീർന്നതും കിരൺ അമ്മ വീട്ടിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി നടന്നു. അവനു പിന്നാലെ അനുപമ അവളുടെ മുറിയിൽ നിന്നും കനകയെ നോക്കി. മോളെ അനു, നിനക്കിപ്പോൾ അമ്മയോട് ദേഷ്യമുണ്ടോ? അവരവളെ അലിവോടെ നോക്കി. ഇല്ലമ്മേ, എൻ്റെ അമ്മയോട് ദേഷ്യപ്പെടാൻ എനിക്ക് കഴിയില്ല. ഇതൊന്നും ഞാൻ മുമ്പേ അറിഞ്ഞില്ലല്ലോ. അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ അവനെ ഇത്രയധികം സ്നേഹിക്കില്ലായിരുന്നമ്മേ. അവൾ മുഖം പൊത്തിവച്ച് അകത്തേക്ക് കയറിപ്പോയി. തൻ്റെ മകളുടെ ഹൃദയം നുറുങ്ങുന്ന വേദന ആ അമ്മയ്ക്ക് പുറത്തേക്ക് കേൾക്കാമായിരുന്നു. അവർ സങ്കടത്തോടെ അകത്തേക്ക് കയറിപ്പോകുന്ന അനുപമയെ നോക്കി നിന്നു. അനുപമ ആലീസിൻ്റെ അരികിലെത്തി. ആൻറ്റി, എനിക്ക് പോവാതിരിക്കാൻ കഴിയില്ല. ഞാൻ എത്ര ഒഴിഞ്ഞു മാറിയാലും ഈ ഒരു കാര്യത്തിൽ എനിക്കവനെ അനുസരിച്ചേ പറ്റൂ. അവനോടുള്ള കടം വീട്ടാൻ എനിക്കൊരു വർഷത്തെ സമയം മാത്രം മതി. അത് കഴിഞ്ഞാൽ വലിയൊരു ബാധ്യത എന്നിൽ നിന്നും ഒഴിഞ്ഞു പോവും. ആൻറ്റി വേണം അമ്മയെ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ. ഞാൻ നാളെ തന്നെ നീലഗിരി റിസോർട്ടിലേക്ക് തിരികെ പോകും. അവൾ എല്ലാം തീരുമാനിച്ചുറച്ചതാണെന്ന് ആലീസിന് മനസ്സിലായി. അവരുടെ മനസ്സ് നിറയെ സന്തോഷമായിരുന്നു. അനുപമയും കിരണും തമ്മിൽ അകന്നു പോവരുതെന്ന് അവർ ആത്മാർത്ഥമായി ആഗ്രഹിച്ചിരുന്നു. ആകാശം കഥയുടെ ഈ ഭാഗം അവസാനിക്കുന്നു. അടുത്തൊരു മനോഹരമായ പാർട്ടുമായി ഞാൻ വീണ്ടും വരുന്നതാണ്.